ഏയ് ഞാനേ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നെ വളരെയധികം ഓരോന്നൊക്കെ പറയുന്നുണ്ട്. വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ മോശമൊക്കെ പറയാൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താണ് മോശം ചെയ്യുന്നത്? നിങ്ങൾക്കില്ലേ എന്താണ് എന്നോട് ഇത്ര ദേഷ്യം? എന്തൊക്കെ അനാവശ്യങ്ങളാ വന്ന് എന്നോട് പറയുന്നത്? ഞാൻ പാവമല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഞാൻ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഈ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ദേഷ്യം വന്നിട്ട് പെണ്ണും പിള്ളേ നിങ്ങൾക്ക് ഇങ്ങനെ അനാവശ്യം പറയാൻ നാണക്കേടില്ലേ എന്ന് ചോദിക്കുന്ന എന്തിനാ? ആരെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ? ഇപ്പൊ ഞാൻ സാധാരണപ്പെട്ട ഒരാൾ പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നത്. എത്രയോ വലിയ വലിയ ആൾക്കാർ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഡീസൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കണ്ടാലേ ഭയങ്കര ലുക്ക് തോന്നുന്ന ആൾക്കാർ. എനിക്ക് ലുക്കില്ല, സൗന്ദര്യമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പുച്ഛം പുച്ഛം അല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര കുഴപ്പം? ഈ അടുത്ത കാലത്തെ കണ്ടില്ലേ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്? തുമ്പിക്കൈയിൽ ഒക്കെ അറിയത്തില്ല, തുമ്പിക്കൈയുടെ കാര്യമൊക്കെ അറിയത്തില്ല നിങ്ങൾക്ക്. അപ്പം അതൊക്കെയാണ് നടക്കുന്നത് കൂടുതലും അങ്ങനത്തുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ സൈഡിൽ കൂടെ ഇരുന്ന് അതിനെക്കുറിച്ച് വിശദീകരിച്ച് വലിച്ച് നീട്ടി അങ്ങോട്ട് ഈ റബ്ബറൊക്കെ വലിക്കുന്ന മാതിരി വലിച്ചുകൊണ്ട് പോയി ഒരു ചെറിയ കാര്യത്തിന് അത്രയും വലുതാക്കി നിങ്ങളോട് പറഞ്ഞു തരുന്നില്ലേ? അതിന് നിങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഇങ്ങോട്ടിരുന്നിട്ട് എന്നെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് നഷ്ടമായി പോകുന്നു. സാധാരണ ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്, ഒരാളെ ഞാൻ ഗവനിക്കാത്ത ആളാണ്. പക്ഷേ എനിക്ക് 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാനേ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന് ക്യാമറയിലിട്ട് നോക്കി ഇങ്ങനെ കാര്യം പറയണ്ടേ? പിന്നെ വേറൊരാൾ എന്നോട് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ പട്ടയടിച്ചിട്ടെന്ന് പറയുന്നെന്ന്. അതുകൂടെ കേട്ടപ്പം ഞാൻ ഷോക്കായി പോയി. ദൈവമേ! കുളിച്ച് കുട്ടപ്പിയായി ചന്ദനക്കുറിയൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് അടിച്ച് ഇങ്ങനെ വന്നിരുന്ന് കാര്യങ്ങൾ പറയുന്ന എന്നെ കണ്ടോട്ട് പട്ടയടിച്ചോ എന്ന് ചോദിക്കുന്നു. വൃത്തികെട്ടവൻ. ചുമ്മാ ഇങ്ങനെ ഒരു ന്യൂസ് വായിക്കുന്ന പോലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നത്തില്ല. അതുകൊണ്ട് തലയെ കാട്ടി ഒന്ന് കുണുങ്ങി ഒക്കെ കുറച്ച് സൗണ്ടൊക്കെ മാറ്റി കുറച്ച് ശൃംഗാരിച്ച് ഒക്കെ ഞാനിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം പുച്ഛം, അനാവശ്യം പറയുന്നു, വൃത്തിയോട് പറയുന്നു, വീട്ടുകാരുമില്ലേ, മക്കൾ കാണത്തില്ലേ, ഹസ്ബൻഡ് കാണത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തിനാണ് എന്നെ ടെൻഷനാക്കുന്നത്? ഞാൻ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ അങ്ങോട്ട് ഇടാം കേട്ടോ. മെയിനായിട്ട് എന്തോന്ന് അറിയോ, എനിക്ക് മെയിനായിട്ട് 2 ദിവസം കൊണ്ട് ഭയങ്കര തലവേദന വന്നാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊക്കെ അങ്ങ് വീർക്കും. എൻ്റെ കണ്ണങ്ങ് അകത്ത് പോകും. പിന്നെ ആ കണ്ണ് വെളിയിലോട്ട് വരാൻ 2-3 ദിവസമാവും. അപ്പോൾ അങ്ങനെ 2-3 ദിവസം കൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്ന കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഞാനതൊന്നും ഗവനിക്കത്ത് പോലുമില്ല. എന്തുമാത്രം ചീത്ത പറഞ്ഞാലും. കാരണം എനിക്ക് എൻ്റെ രീതിയിലും എന്നിലും എല്ലാം നല്ല വിശ്വാസമുണ്ട്. ഞാൻ ചെയ്യുന്നതെല്ലാം സമൂഹത്തിനോ കുടുംബത്തിനോ ആർക്കും ഒരു ദോഷം ഉണ്ടാക്കത്തില്ല എന്നെനിക്ക് നല്ലതായിട്ടറിയാം. അതുകൊണ്ട് കൂടുതലൊക്കെ വന്ന് എന്നെ വേദനിപ്പിക്കാം, എന്നെ പച്ചത്തെറി പറയാം, എന്നെ ആക്ഷേപിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കൂല. ഞാനതിലും കൂടുതൽ ശക്തിയിൽ വന്നിരുന്നു ഇങ്ങനെ തലയാട്ടി കാര്യം പറയും. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നതല്ലേ? കാരണം ഞാൻ തിരഞ്ഞെടുത്ത മേഖല എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയാസിൽ ഞാൻ തിരഞ്ഞെടുത്തേക്കുന്ന മേഖല എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടുക, കാര്യങ്ങൾ പറയുക എന്ന്. പാട്ട് ഒരു മനുഷ്യൻ എത്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തോരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. കാരണം നമുക്കും ഒരു രസമാണ്. കാരണം ഡെയിലി ആൾക്കാർ ഇങ്ങനെ ഒന്നൊന്നായി ഇട്ട് തരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ കാര്യമൊക്കെ പറയുന്നത് കാരണം ഒരുപാട് ആൾക്കാർ പലതും എടുത്ത് തന്നിട്ട് ഇതങ്ങോട്ട് പ്രതികരിക്കും. ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ പറയുന്നത് ഒരു സ്ത്രീയെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന സ്ത്രീയാണ്. പക്ഷേ അവരെക്കുറിച്ച് എനിക്ക് പ്രതികരിക്കാൻ പറ്റൂല. പ്രതികരിക്കാനല്ല, അവരെ ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. അവരൊരു പാവ സ്ത്രീയല്ലേ? എല്ലാവർക്കും കുശുമ്പ്. എങ്ങനെയും ജീവിച്ചു പോട്ടെ. അവരാരെയും ദ്രോഹിക്കാൻ വരുന്നില്ല. അവരുടെ ശരീരമോ അല്ലെങ്കിൽ അവരുടെ മുഖമോ അവരുടെ സൗണ്ടോ അവരുടെ ആക്ഷനോ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോട്ടെ. നിങ്ങൾക്ക് എന്തോത്തിൻ്റെ സുഖേടാ? നിങ്ങൾ ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുമോ എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് എങ്കിലും ജീവിച്ചു പോട്ടെ. അങ്ങനത്തുള്ള കാര്യത്തിൽ ഈ പെണ്ണുങ്ങളെയൊക്കെ അനാവശ്യം ഭയങ്കരമായിട്ട് തുണി അഴിച്ച് നിങ്ങൾ ആടുന്നവരെയൊക്കെയാണ് എനിക്ക് വെറുപ്പുള്ളത്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം ഞാൻ തീർച്ചയായിട്ടും
പഴയ ശക്തിയൊക്കെ കൂടുതൽ വരും. ഇപ്പോൾ ഇത്രയും സമയം എനിക്ക് 10, 20, 30 മിനിറ്റെല്ലാം നിർത്താതെ സംസാരിക്കണം. എന്തായാലും ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരു 10, 15 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ ഇടാം. നിങ്ങളെല്ലാം ഇത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയണം. എന്താണ് നിങ്ങൾക്ക് ഞാൻ മാറ്റേണ്ട രീതി എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയണം. ഒന്ന് മാത്രം നിങ്ങൾ പറയണം. എനിക്ക് ഈ പച്ചക്കറികളോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ അതൊന്നും പബ്ലിസിറ്റി ചെയ്യുന്നത് വിശേഷ നാളോ ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണാലിറ്റി വെളിയിലോട്ട് കൊണ്ടുവരണം. അതിന് ഞാൻ സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടണം. പാട്ട് ഒത്തിരി നേരം ഒരാൾ കാണാൻ പറ്റത്തില്ല. പക്ഷേ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് എന്തിനെക്കുറിച്ചും കാര്യങ്ങൾ പറയാം. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തത് ഫാമിലി മാറ്റേഴ്സ് ആയിപ്പോയി. അതാണ് പ്രശ്നം. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എങ്ങനുണ്ട്? താങ്ക് യു വെരി മച്ച്.